This is me Neja here and welcome to Rectify English. So ഇന്ന് Rectify Englishൽ നമ്മൾ ഏകദേശം ഗ്രാമറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നോക്കുന്നത്. അതായത് ഗ്രാമറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസാണ് ഇനി വരുന്ന ക്ലാസ്സസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ ഐ വെൽക്കം യു ആൾ ടു Rectify English. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മളുടെ പേഴ്സണൽ ട്രെയിനിങ് വേണം, അതായത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്ലാസ്സസ്, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സസ്, സ്പീക്കിംഗ് ക്ലാസ്സസ് ഒക്കെ പേഴ്സണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ടെൻസ് എന്തിനാണ് പഠിക്കുന്നത്, അതേപോലെ തന്നെ ടെൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ബോർഡിലേക്ക് നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഈറ്റ് ഫ്രൂട്ട്സ്, ഐ എയ്റ്റ് ഫ്രൂട്ട്സ്, ഐ വിൽ ഈറ്റ് ഫ്രൂട്ട്സ്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഒരു നോർമൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ഐ ഈറ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പഴം കഴിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഐ എയ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പഴം കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഓൾറെഡി പഴം കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഐ വിൽ ഈറ്റ് ഫ്രൂട്ട്സ്. ഓക്കെ, ഞാൻ പഴം കഴിച്ചോളാം. ഓക്കെ, ഞാൻ പിന്നെ പഴം കഴിച്ചോളാം എന്നാണ് പറയുന്നത്. ഇതിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റ് എന്ന് പറയുന്നത് കഴിക്കുകയാണ്, എയ്റ്റ് എന്ന് പറയുന്നത് കഴിച്ചു കഴിഞ്ഞു, വിൽ ഈറ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിച്ചോളാം. ഇതാണ് മലയാളം വരുന്നത്. ഓക്കെ, ഇനി ഇതിന് അതായത് ടെൻസസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ് is equal to present. Okay, ate is equal to past and will eat is equal to future. Okay, ഈ ഒരു ഈറ്റിൽ മാത്രമല്ല നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, എല്ലാ വെർബിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാവും, പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടാവും. അതായത് മലയാളത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ കാര്യം നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പം നടന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫോമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. അതായത് യെസ്റ്റർഡേ, നൗ, ടുമോറോ. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞത്, പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊരു ഫോം മാത്രമാണ്. ഈ അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പേ കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ പോലും നമ്മൾ എന്താണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഈ പാസ്റ്റാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക, മോർണിംഗ് ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ലഞ്ചിൻ്റെ ടൈമാണ്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇപ്പം ലഞ്ചിൻ്റെ ടൈമാണ്. അപ്പം നമ്മൾ ഐ ഈറ്റ് ലഞ്ച് എന്ന് നമ്മൾ പറയും. ഓക്കെ, നൗ ഐ ഈറ്റ് ലഞ്ച് എന്ന് പറയും. ഇനി നമുക്ക് ഡിന്നർ വരാൻ പോകുന്നൊരു സാധനമല്ലേ, അപ്പം നമ്മൾ ഐ വിൽ ഈറ്റ് മൈ ഡിന്നർ. ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അതായത് നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, നമ്മൾ ഇനി ലഞ്ച് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ ഇനി ഡിന്നർ നമ്മൾ രാത്രിയിൽ കഴിക്കും. ഓക്കെ, അപ്പം ഇതാണ് എന്ത്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഈ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചറൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ഈ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറൊക്കെ
ഒക്കെ കുറേ എണ്ണമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ എല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷേ ബൈ ഹാർട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റുന്നതും ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞു. ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, ഈ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് ടോട്ടലായിട്ട് 4 ഡിവൈഡിങ്, അതായത് 4 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പാർട്സ് ഓഫ് പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ടെൻസ് ആണ് സിമ്പിൾ പ്രസൻറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ പ്രസൻറ്റിൻ്റെത് നോക്കി അല്ലേ, പ്രസൻറ്റിൻ്റെത് 4 പാർട്സ് ആണ് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് നമ്മൾ പാസ്റ്റും നോക്കുന്നത്, അതേപോലെ തന്നെ ഫ്യൂച്ചറും നോക്കുന്നത്. ഓക്കെ, ഇതിലും ഈ പാസ്റ്റ്, അതായത് പ്രസൻറ്റ് എന്ന് എഴുതിയ സ്ഥലത്ത് പാസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്റിൻ്റെ 4 പാർട്സായി. അതേപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിന് 4 പാർട്സായി. അപ്പം ഇത് എല്ലാം ഒരൊറ്റ ക്ലാസ്സിൽ പറയുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല. കാരണം നമ്മൾ ഓരോ പാർട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഓരോന്നും ഓരോ ക്ലാസ്സസ് ആയിട്ട്, ഇപ്പം നമുക്ക് ഈ 2 ഒരു ക്ലാസ്, ഈ 2 ഒരു ക്ലാസ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സസ് പോകാം. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതെല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ടെൻസ് എന്താണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി അല്ലേ. എന്തുകൊണ്ടാണ് ഈ ക്ലാസ് കുറച്ചും കൂടെ ചെറുതായത്? നമ്മൾ സിമ്പിൾ ടെൻസിലേക്ക് നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ പാസ്റ്റിലേക്കോ പ്രസൻറ്റിലേക്കോ ഒക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഹ്യൂജ് ക്ലാസ് ആണ്. അതായത് നമുക്ക് അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏതൊക്കെ ടെൻസ് ഉണ്ട് എന്നും ഈ ടെൻസ് എത്ര പാർട്ടാണ് എന്നുള്ളതും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം എല്ലാവരും ഇനി എന്തെങ്കിലും ഇത് ടെൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട്സ് ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് കണ്ടാലേ നമുക്ക് ടെൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല, ടെൻസിനെ കുറിച്ച്, അതായത് ഇൻട്രൊഡക്ഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാത്തിനും നമ്മളുടെ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് hope you will be joining on the next video.